ഹായ് ഫ്രണ്ട്സ്, ഓർഡൻസ് ഫാക്ടറി മെഡക്കിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രന്റീസിനെയും വിളിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ടെക്നീഷ്യൻ അപ്രന്റീസിനെയും വിളിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് B.Tech കഴിഞ്ഞവർക്കും അപേക്ഷ നൽകാം, അതുപോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഓർഡൻസ് ഫാക്ടറി മെഡക് എന്ന് പറയുന്നത് തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അതായത് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കവചിത വാഹനങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണുന്ന പോലെ ഇത്തരം ടാങ്കറുകൾ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തത് ഇവിടെ ഈ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫാക്ടറിയിലേക്കുള്ള ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പൊ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഓർഡൻസ് ഫാക്ടറി മെഡക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിലും അതുപോലെ തന്നെ ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് 2019, 20, 21, 22 ഈ കാലയളവിൽ നിങ്ങൾ പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. 2019 അല്ലെങ്കിൽ 20, 21, 22 അപ്പൊ ഈ ഒരു വർഷങ്ങളിൽ നിങ്ങളുടെ ഡിപ്ലോമയോ അല്ലെങ്കിൽ BE B.Tech കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ആണ്. ഇനി ഇതിന്റെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഡിസിപ്ലിൻ വൈസ് ആയിട്ടുള്ള വേക്കൻസി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഗ്രാജുവേറ്റ് അപ്രന്റീസിലേക്ക് 16 വേക്കൻസിയും ടെക്നീഷ്യനിലേക്ക് 5 വേക്കൻസിയാണ്. ഇവിടെ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് BE B.Tech ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇവിടെ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമയാണ് വേണ്ടത്. ഓക്കെ, 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് ഈ ടെക്നീഷ്യൻ അപ്രന്റീസിലേക്ക് അപേക്ഷ നൽകാം. IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇതിലേക്ക് വേക്കൻസി ഇല്ല. ഇതിൽ പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് അടുത്തത് വരുന്നത്. 8 വേക്കൻസി ഗ്രാജുവേറ്റിലും 4 വേക്കൻസി ടെക്നീഷ്യനിലും വന്നിട്ടുണ്ട്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ 5 വേക്കൻസി ഗ്രാജുവേറ്റിലും ടെക്നീഷ്യനിൽ 3 വേക്കൻസിയാണ്. ദെൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT ആണെങ്കിൽ അതിൽ 6 വേക്കൻസി ഗ്രാജുവേറ്റിലും 4 വേക്കൻസി ടെക്നീഷ്യനിലും ആണ്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 5 വേക്കൻസി ഗ്രാജുവേറ്റിലും അതോടൊപ്പം തന്നെ 3 വേക്കൻസി ടെക്നീഷ്യനിലും ആണ്. അങ്ങനെ ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിലേക്ക് 40 വേക്കൻസിയാണ് ടോട്ടല്. ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് 20 വേക്കൻസി, അങ്ങനെ ടോട്ടൽ രണ്ടും കൂടെ 60 വേക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അടുത്തതിലെ മന്ത്ലി സ്റ്റൈപ്പൻഡ് ആണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് എന്ന് പറയുമ്പോൾ ഇത് നിശ്ചിതമായുള്ള റൂൾ പ്രകാരമുള്ള ആ ഒരു സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. അതായത് 7,000-ന്റെയും 10,000-ന്റെയും ഇടയിലുള്ള ഒരു തുകയായിരിക്കും നമുക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. ഇനി അടുത്തതായിട്ട് ഇതിന്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതത് ഡിസിപ്ലിനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BE B.Tech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം. അപ്പൊ അതിന്റെ കാറ്റഗറി വൈസ് വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്. BE B.Tech ആണെങ്കിൽ ഈ ഒരു കോളത്തിലുള്ള വേക്കൻസിയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ പറ്റുക. 3 വർഷത്തെ ഡിപ്ലോമ ആണെങ്കിൽ ഈ കോളത്തിലുള്ള വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. നിശ്ചിതമായുള്ള ഏജ് ലിമിറ്റ് ഏകദേശം ഒരു 27 വയസ്സ് വരെയൊക്കെ നമുക്ക് അപേക്ഷ നൽകാൻ പറ്റും. അപ്പൊ ഏജ് ലിമിറ്റ് ഇവിടെ നമ്മളൊരു ക്രൈറ്റീരിയ എടുക്കാത്തത് കാരണം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 2019, 20, 21, 22 കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 1 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവരോ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ യോഗ്യതയില്ലാതെ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആണ്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പൊ ഇതിലേക്ക് റിട്ടൺ ടെസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ഇതിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷന്റെ മാർക്കിന്റെ പെർസെന്റേജിനൊക്കെ അടിസ്ഥാനമായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഓർഡൻസ് ഫാക്ടറി മെഡക്കില്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടതെന്നാണ്. നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷ നൽകേണ്ടത്. NATS വഴിയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പൊ NATS അതായത് നാറ്റ്സ് വഴിയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പൊ നാറ്റ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക, എസ്റ്റാബ്ലിഷ്മെന്റ് റിക്വസ്റ്റ് മെനു എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ്മെന്റ് സെർച്ച് ചെയ്യുക, നമ്മൾ ആവശ്യമുള്ള റെസ്യൂംസ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഒരു ലേറ്റസ്റ്റ് റെസ്യൂം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ്മെന്റ് സെർച്ചില് ഓർഡൻസ് ഫാക്ടറി മെഡക്കുന്ന ജസ്റ്റ് ഇതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെർച്ച് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഓക്കെ. ഇനി NITSൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, NITSൽ പോയി രജിസ്റ്റർ ചെയ്യണം, എൻറോൾ ചെയ്യണം, എൻറോൾമെന്റ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ദിവസം സ്റ്റെപ്പ് 2 നമുക്ക് ചെയ്യണം. അതായത് ലോഗിൻ ചെയ്യാനും നമുക്ക് ഒരു ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അപ്രൂവൽ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ്മെന്റ് സെർച്ച് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഓർഡൻസ് ഫാക്ടറി മെഡക്കിന്ന് സെർച്ച് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത് 23/9/2022 ആണ്. NITSന്റെ ആ ഒരു പോർട്ടലിൽ നമ്മൾ എൻറോൾ ചെയ്യേണ്ട അവസാന തീയതി 30/9/2022 ആണ്. അപ്പൊ 30/9/2022 ഉള്ളിൽ NITSൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് NITSൽ നിങ്ങൾ എൻറോൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഓർഡൻസ് ഫാക്ടറി മെഡക്കിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 7/10 വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാം.
അപ്പൊ NITS റാങ്ക് ലിസ്റ്റ് ഓർഡിനൻസ് ഫാക്ടറി മെഡക്കിന് കൈമാറുന്നത് 11/10/2022 അതോടൊപ്പം തന്നെ ഇതിന്റെ വെരിഫിക്കേഷൻ പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ 19/10/2022 അപ്പൊ ഈ ഒരു ഡേറ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ NITS ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഇതാണ് നമ്മളെ NITSന്റെ ഒഫീഷ്യൽ പേജ് ആണ്, ഹോം പേജ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ കാണാം, എൻറോൾ കാണാം. ഇപ്പൊ എൻറോളിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ എൻറോൾ ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോ പലരും ചെയ്തിട്ടുണ്ട്, ചെയ്യുകയാണെങ്കിൽ അത് നോക്കി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്രന്റീഷിപ്പിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ എൻറോൾ ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ NITSന്റെ ഈ ഒരു ലിങ്ക് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്താൽ NITSലേക്ക് വരാൻ പറ്റും, ഈ ഒരു പേജിലേക്ക് വരാൻ പറ്റുന്നതാണ്. അത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.